അങ്ങനെ ഞങ്ങൾ ലാലേട്ടനെ കണ്ടു. ഞങ്ങൾ കണ്ടു. കറക്റ്റ് പറ്റും ഇപ്പം എൻ്റെ പേര് ആരാ അറിയാം ദുൽഖർ. അങ്ങനെ പീസ് എടുക്കുക, അത്ര അച്ചടുക്കുക, അങ്ങനെ വെച്ചിട്ട് നോക്കാം. ഗൈസ് ലാലേട്ടൻ്റെ വണ്ടി ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത് ആൾ ഇവിടെ ഉണ്ട്. ഇത് ഇപ്പോൾ ഈ നിൽക്കുന്ന നിമിഷത്ത് പോലും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഈ ചിത്രത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഞാൻ വരച്ചാണ് അത് പ്രത്യേകത അല്ലല്ലോ, അത് ഈ ചിത്രത്തിന് അവമാനകരമായൊരു കാര്യമാണ്. ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് എനിക്ക് ആർക്കെങ്കിലും അറിയാം ഗൈസ്. ആ പ്രത്യേകത ഇവിടെ ഇരിക്കണം. ഞാൻ കൂടുതൽ കാണിക്കില്ല, അത് മുമ്പ് പറയും എന്താ എന്താണ് അത്. ലാലേട്ടൻ്റെ ഓട്ടോഗ്രാഫ്. യെസ് ഗൈസ്, ഓട്ടോഗ്രാഫ്. നമുക്ക് ലാലേട്ടനെ കാണാനൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. യെസ്, അപ്പോൾ നമ്മൾ പിന്നീട് കാണാൻ വിളിച്ചത് ഇവരൊക്കെ അതിൻ്റെ കൂടെ വന്നതാണ്. നന്ദി മാഡം, നന്ദി. ഉസിരും പുളിയാത്ത ഞങ്ങളെല്ലാം കൊണ്ടുപോയത് അതിലുള്ള ചെലവരെ ഞങ്ങൾ ആയിരുന്നു കാര്യം. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. യെസ്, അത് നമ്മൾ എല്ലാവരും പോയി കാണാം. എന്നിട്ട് വരാം ബാക്കി കാര്യങ്ങളൊക്കെ പറയാം അതിനുശേഷം. അപ്പോൾ ഇതൊരു താജ്മഹലാണ്. ഇവന്റെ പേര് മറ്റേ പട്ടി മുഴുവൻ നിൽക്കുന്ന അങ്ങനല്ല. ഞാൻ നല്ല പരിചയമുണ്ട്. പാനിപ്പൂരി മസാല പൂരി ചായ ഇവിടെ കാപ്പി പാട്ട കൊറിയൻ പൂക്കി പൂക്കി. നോക്കല ആ മുടിയൊക്കെ വെട്ടി ഗൈസ്. മുടിയൊക്കെ വെട്ടിട്ടുണ്ട്. നമ്മൾ ലാലേട്ടനെ കാണാൻ പോവാണ് ഗൈസ്. അതല്ലേ ഇപ്പം പറഞ്ഞ് വീഡിയോ എടുത്തതിൽ എക്സൈറ്റ്മെന്റ് ഇല്ലാന്ന്. ഇല്ലടാ, നേരത്തെ വീഡിയോയിൽ എക്സൈറ്റ്മെന്റ് ഇല്ല. ഞാൻ ലാലേട്ടനെ കാണാൻ പോവാണ് ഗൈസ്. അല്ല എനക്ക് പ്രത്യേകിച്ച് തോന്നില്ല. എനിക്ക് ഭയങ്കര ഉള്ളിൽ ഭയങ്കര എന്താണ്. അപ്പൊ അതിനുള്ള പരിപാടിയാണ്. നാളെ രാവിലെ പോകും. ആദ്യം ഇതിന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്യാം. അല്ല അത് ഗിഫ്റ്റ് ഒന്നുമില്ല കേട്ടോ. നമ്മളിതിൽ ലാലേട്ടൻ്റെ ഓട്ടോഗ്രാഫ് വാങ്ങും കൊണ്ടുവരും അല്ലേ. കിട്ടും വിചാരിക്കണേ. പിന്നെ പ്രൈസ് ഉണ്ട്. ഇതിന് ഫസ്റ്റ് പ്രൈസ് അല്ല, സെക്കൻഡ് പ്രൈസ് അല്ല, തേർഡ് പ്രൈസ്. തേർഡ് പ്രൈസ് ആണ് ഗൈസ്. ശരിയാണ്, പ്രായമുള്ള കുറെ ആൾക്കാരുണ്ട്. ഓ ഗൈസ് എന്താ പ്രത്യേകിച്ച് എക്സൈറ്റ്മെന്റിന്റെ ആവശ്യം. കാരണം എന്ന് പറഞ്ഞാല് ഞങ്ങളിത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. അവിടെ കീറി ഗൈസ്. ഇനി ഇതൊക്കെ ഒട്ടിച്ചെടുത്തിട്ട് ഇനി നേരെ നമുക്ക് ഡ്രസ് എടുക്കാൻ പോവാം. ഓക്കെ, ഉച്ചക്ക് എന്തിനാ പോവാണെങ്കിൽ ഓട്ടോസ് സൈക്കിൾ ഓടിക്കണു നല്ല പോവാ. അപകടം ഉണ്ടാവില്ല. ഡു നത്തിങ്, അതാ നല്ലത്. സൈഡിക്ക് എത്തിക്കാം. ഈ ചിട്ട കറക്റ്റ് പോകല്ലോ. കറക്റ്റടാ ഈ കൊടിക്കില്ലേ. കറക്റ്റ് സന്തോഷമായി പോകും. എൻ്റെ പ്രായത്തിന് അനുസരിച്ചുള്ള സാധനം. എൻ്റെ മോന്തോക്കട്ടെ. സൺകിസ് ട്രെൻഡ്. ഇതൊക്കെ അല്ലേ ട്രെൻഡിനെ. എന്നാൽ കുറച്ച് ഓട്ടയും കൂടി ചെയ്ത്
ഞാൻ പറയാം ഒന്ന് ഒരു സെൽഫി എടുക്കട്ടെ. കറക്റ്റ് പറ്റപ്പൻ്റെ പേര് ആരാ അറിയാം, ദുൽഖർ. വെറുതെ പറയല്ല, ഇത് വെച്ച് എടുത്തോ, വെറുതെ പറയല്ല, എടുത്തോ. സാധനം ഉണ്ടല്ലോ കറക്റ്റാ, കറക്റ്റാണ്. മസിലൊക്കെ ഉണ്ട്, ബൾക്ക് ഇത് കണ്ടോട്ടെ. അത് വേണ്ട, പുതിയ മസിൽ കയറ്റിയത് ഞാൻ. എവിടേക്ക് ഇതുണ്ട് രസടാ. എനിക്ക് അതിനുള്ള കഴിവില്ല മോനെ. ഉണ്ടല്ല ഇച്ചിട്ട് എന്തിട്ടാലും ഒരു മറ്റേ എന്താണെന്നുള്ളൊരു വിചാരമുണ്ട്. പാടാ ചടച്ചിരാ ഇങ്ങനെ ചടപ്പിങ്ങനൊക്കെ പ്ലെയിൻ എടുക്കാം. ഒന്ന് ഞാൻ കണ്ടു നാളെ പോകുമ്പോൾ കാണാം. അതൊക്കെ കയറി വാ. എണ്ണ അടിക്കുന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ രാജ്യത്തിലുള്ള തിരുവല്ല വിശേഷമാണ്. എന്താണ് മുഖത്തിൽ ഭാവമാറ്റം? റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഞങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിൻ വന്നു. അതുവരെ ഞങ്ങൾ ഇതേപോലെ വായ നോക്കിയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പണ്ടേ വായ നോട്ടത്തിൽ അവാർഡുകൾ കിട്ടിയിട്ടുള്ളതാണ്, അതുകൊണ്ട് പിന്നെ പ്രശ്നമല്ല. പക്ഷെ ശരിക്കും സീനായത് ഇതേ ഇവർ വന്നപ്പോഴാണ്. പക്ഷെ ഞങ്ങളത് അഭിനയത്തിലൂടെ തന്നെ മറികടന്നു. ഞങ്ങൾ വന്ന ട്രെയിനാണ് വയ്യ ചോറിനിട്ടെ. വീട്ടിൽ നിന്ന് ഫുഡ് കൂട്ടി. ഇവിടുത്തെ ഫുഡ് എന്താ അവസ്ഥ? ഞാൻ എന്തായാലും നമ്മൾ വരുമ്പോൾ ബായ് ഇവിടെ പറയുകയാണ്. നല്ല നെയ്ച്ചോറും പിന്നെന്താ ആവിയൊന്നുമില്ല, വീട്ടിലുണ്ടാക്കി കൊടുക്കണല്ലേ. വാഴയിലുണ്ടാക്കി നല്ല നെയ്ച്ചോറും. കറി ഇവിടെ ഒരു കുട്ടി കറിയൊക്കെ എടുക്കട്ടെ കേട്ടോ. നല്ല കറി, പീസ് അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കൂടിയ അങ്ങനെ പീസ് എടുക്കുക, ഇത്തിരി അച്ചാർ എടുക്കുക. അങ്ങനെ വെച്ചിട്ട് നോക്കാം. ഗൈസ്, ലാലേട്ടൻ്റെ വണ്ടി ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്. ആൾ ഇവിടെ ഉണ്ട്, എനിക്കറിയില്ല. എന്തായാലും ആൾ ഇവിടെ ഉണ്ട്, നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നത്. എന്താ പറയല്ലേ? ലാലേട്ടനെ കാണാൻ പോകണം. എന്താണ് അറിയാള്? ഏത് കാട്? ലാലേട്ടൻ. എന്തൊക്കെ പറഞ്ഞാലും നമ്മളെല്ലാ മലയാളികളും ഒരേപോലെ ആഗ്രഹിക്കുന്നൊരു നിമിഷമാണ് ഇപ്പോൾ വരാൻ പോകുന്നത് കേട്ടോ. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷയില്ല ഞങ്ങൾക്ക് ലാലേട്ടനെ കാണാൻ പറ്റൂ എന്ന കാര്യം. ഇത് ഇപ്പോൾ ഈ നിൽക്കുന്ന നിമിഷത്ത് പോലും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അത് വേണം. ഇത് ഇതിന്റെ ഇതുണ്ടോ സ്കെച്ച് പെൻ? അവിടെ വെച്ചാൽ ഞാൻ ചെയ്യാം. എന്താ എൻ്റെ പേര്? സ്പെല്ലിംഗ്
അതും വേണ്ട, BP ഒന്നും വേണ്ട അല്ലേ? അയ്യോ ഇത് വെച്ചാ ഉമ്മാരി കൂളും മനുഷ്യർക്ക് അറിയോ എത്ര നേരെ നിൽക്കാൻ തുടങ്ങിയിട്ട് അതിൻ്റെതായ ഒരു സമയം വിജയാണ് എന്തൊരു പറയുക എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. അപ്പം അതിൻ്റെ ഇടയിൽ വേറെ കയറി പോയി മഞ്ചേരി എങ്ങനെ ഉണ്ടായിരുന്നു ലാലേട്ടനെ കണ്ടപ്പോൾ ഒരു മൊമെന്റ് എങ്ങനെ ഉണ്ടായി? പക്ഷെ ഇങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. നേരിട്ട് കണ്ടിട്ട് ഇത്ര ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. എന്തായാലും ആശീർവാദ സിനിമാസിന് വളരെയധികം നന്ദിയുണ്ട്. എന്തായാലും ഈ ഒരു ചാൻസ് വന്നതിലും ബാബുസ് ടീമിനും എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. സന്തോഷം. ലാലേട്ടനെ കെട്ടിപ്പിടിച്ച് ഉമ്മ എടുത്തില്ലേ, അതിനെ പറ്റുമോ? അല്ല ഞാന് അതൊക്കെ ഒരു ഓർമ്മ പോലെ, ഒരു എന്താ പറയാ, ഒരു സ്വപ്നം പോലെ വാലി പോവുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഓർമ്മ അങ്ങനെ ഇത് ലാലേട്ടൻ സൈൻ ചെയ്ത് ലാലേട്ടൻ സൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. പേര് സെപ്പറേറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും വളരെയധികം സന്തോഷം. ഇത് ഞാൻ ലാലേട്ടൻ കൊടുക്കൂല, കാരണം എൻ്റെ വീട്ടിൽ ഞാൻ സൂക്ഷിച്ചു വെക്കും എന്ന് ഓർമ്മിക്കും. സംസാരിച്ചത് ഓവറായെന്ന് പറഞ്ഞ് ഇതിൻ്റെ അടുത്ത് വന്ന് നാണം കെട്ട് നിൽക്കുന്ന പ്രൈത്തിരിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എല്ലാം കഴിഞ്ഞ് അവസാനം പ്രണവ് അങ്ങനെ ഞങ്ങൾ ലാലേട്ടനെ കണ്ടു. ഞങ്ങൾ കണ്ടു ലാലേട്ടനെ കണ്ട് തിരിച്ചു വരുന്ന വഴിയാണ് കാഴ്ച. ആരൊക്കെ ഏതൊക്കെ നടിമാരും അവിടെ ഉണ്ടായത്, ഞങ്ങൾ ആരൊക്കെ കണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. എടാ ഫോണെ വേറെ ആളാണ് മക്കളെ അല്ലേ ലാലേട്ടൻ നമ്മൾ പ്രതീക്ഷിച്ചില്ല. എന്താ പറയുക, ചിരിച്ചു ഇവരെ എന്താ അതല്ല അവിടെ ഇരുത്തി പൊരിഞ്ഞ് ചിരിയായിരുന്നു. അതെ, ആ സർജറി അത്ര സിനിമാടന്മാര് വന്ന റോഡാലേ. ആലോചിക്കാം, നമ്മളൊക്കെ ലാലേട്ടനെ കണ്ടിട്ട് വരിക എന്ന് പറഞ്ഞ ആൾക്കാർ കളിയാക്കും. ഈ വീഡിയോ എടുത്തല്ലോ, ഈ വീഡിയോ അല്ല പറയാറില്ല. വീഡിയോ ആണ് എല്ലാം കഴിഞ്ഞ് അവസാനം പ്രജിത്തിനായിട്ടൊരു വീഡിയോ എടുത്ത് ഞങ്ങൾ നല്ല വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയപ്പോൾ വളരെ നേരം വൈകി, എന്നിരുന്നാലും വളരെയധികം സന്തോഷത്തോടെയാണ് മടങ്ങിയത് കേട്ടോ.